ദേശീയ വിഷയങ്ങളിൽ ഡിജിറ്റൽ ടീം പ്രതികരിക്കേണ്ടെന്ന് KPCC. ഡിജിറ്റൽ മീഡിയ ടീമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് KPCC നേതൃയോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. നേതൃത്വത്തിന്റെ പ്രതികരണം ആവർത്തിച്ചാൽ മതിയെന്നും KPCC. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, എന്താണ് KPCCയുടെ ഈ നിർദ്ദേശത്തിന് പിന്നിൽ? എന്തുകൊണ്ട് മീഡിയ ടീമിന്റെ വായ മൂടിക്കെട്ടുന്നു? രാഖി, നേരത്തെ ഈ KPCC മീഡിയ ടീമിൻ്റെ ഭാഗത്തുണ്ടായൊരു ട്വീറ്റ് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബീഹാർ VD വിഷയത്തിൽ ഒരു പ്രതികരണം എന്ന നിലയിലൊരു പോസ്റ്റ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്നൊരു സാഹചര്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുകയും നാണക്കേടിന് ഇരയാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അത് ഡിജിറ്റൽ ടീമിൻ്റെ തലവനായിട്ടുള്ള VT ബൽറാം തന്നെ രാജിവെക്കുന്ന നിലയിലേക്ക്, ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി എത്തിച്ചേർന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCCയിലെ ഡിജിറ്റൽ ടീം കേരള ടീമിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയ വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ അവധാനത വേണമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ദേശീയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണം വേണ്ട എന്ന നിയന്ത്രണമാണിപ്പോൾ KPCC ഡിജിറ്റൽ ടീമിന് നൽകിയിരിക്കുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള AICCO അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട അധികൃതർ തരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ അത് പങ്കുവയ്ക്കുന്നതല്ലാതെ, അതായത് ഫേസ്ബുക്കിലൂടെ ആയാലും ശരി, ട്വിറ്ററിലൂടെ ആയാലും ശരി, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നതല്ലാതെ സ്വയം ഒരു പ്രതികരണം നടത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ KPCC ഡിജിറ്റൽ ടീമിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർത്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള അവധാനത വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ വിഷയങ്ങളിൽ എന്ത് പ്രതികരണം വേണമെങ്കിലും നടത്താം, സ്വതന്ത്രമായിട്ട് പ്രതികരണം നടത്താമെന്നും പറയുന്നുണ്ട്. കേരളത്തിലെ സംബന്ധിച്ച് രാഷ്ട്രീയ വിഷയങ്ങളായിക്കോട്ടെ, മറ്റ് വിഷയങ്ങളായിക്കോട്ടെ, അതിൽ യഥേഷ്ടം ഈ ഡിജിറ്റൽ ടീമിന് പ്രതികരണം നടത്താമെന്നും പറയുന്നു. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം വേണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ KPCCയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തൊരു നിർദ്ദേശം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ദേശീയ വിഷയങ്ങളടക്കം പ്രതികരിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഡിജിറ്റൽ ടീമിനെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാക്കാൻ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ തത്വത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഡിജിറ്റൽ ടീമിന് അവർക്ക് തന്നെ വിശ്വാസമില്ല, അതായത് KPCCക്ക് തന്നെ വിശ്വാസമില്ല എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം പ്രതികരണങ്ങൾ ഇനി വേണ്ട എന്നാണ് KPCC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് KPCC തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ വിഷയങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക്, ദേശീയ വിഷയങ്ങളിൽ ഇത്തരം സ്വതന്ത്രമായിട്ടൊരു പ്രതികരണം എന്തായാലും KPCCയുടെ ഡിജിറ്റൽ ടീം നടത്തേണ്ടതില്ല എന്നതാണ്. അത് ഈ ബീഹാർ VD വിഷയവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം KPCCയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുക വേണ്ട. ദേശീയ നേതൃത്വത്തിലുള്ള നേതാക്കൾ നൽകുന്നതിന് ആ ട്വീറ്റായാലും ശരി, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ പോസ്റ്റുകൾ ഷെയർ ചെയ്താൽ മതി, പങ്കുവെച്ചാൽ മാത്രം മതി. സ്വതന്ത്രമായിട്ട് അതിനെ കൂട്ടിച്ചേർക്കലുകളോ അതിൽ ഒന്നും വേണ്ട എന്ന നിർദ്ദേശം, അതും കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് KPCC നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഈ ബീഹാർ VD വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഏറ്റുവാങ്ങുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്തരം നീക്കത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിലെ വിഷയങ്ങളും പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ പോലും അതിൽ യഥേഷ്ടം പ്രതികരിക്കാം, അങ്ങനെ നിയന്ത്രണങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും നേതൃത്വത്തിനോട് ചോദിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തി നേതൃത്വത്തെ ഏത് പോസ്റ്റാണോ പങ്കുവയ്ക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എഴുതുവാനോ ആലോചിക്കുന്നത്, ആ വിഷയത്തിൽ നേതാക്കളുമായി ഒരു കൂടിയാലോചന വേണം. നേതാക്കളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം മതി എന്നതാണ്. എന്തായാലും KPCCയിലെ ഡിജിറ്റൽ ടീമിനെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് KPCC നേതൃത്വം. ദേശീയ വിഷയങ്ങളിൽ ഡിജിറ്റൽ ടീം പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് KPCC. ഡിജിറ്റൽ മീഡിയ ടീമിന് നിയന്ത്രണം ഏർപ്പെടുത്തി നേതൃയോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. നേതൃത്വത്തിന്റെ പ്രതികരണം അതേപടി ആവർത്തിച്ചാൽ മതി, പ്രത്യേകിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ വേണ്ട എന്ന നിലപാടാണ് KPCC സ്വീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.